അത് ഭയങ്കര ചലഞ്ചിങ് ഒരു സീരീസ് ആയിരുന്നു. സീരീസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും വിചാരിച്ച് എൻ്റെ അമ്മോ ഇത് കുറച്ച് യങ് സൈഡാണ്, യങ് ക്യാപ്റ്റനാണ്, ഇംഗ്ലണ്ട് കണ്ടീഷൻസാണ്, എന്താവും അറിഞ്ഞുകൂടാ. അന്ന് കാത്തിരുന്ന് നോക്കിയ ഒരു സീരീസ് നമ്മൾ ഡോമിനേറ്റ് ചെയ്തെന്നുകൊണ്ട് തന്നെ പറയാം. നമ്മൾ കഴിഞ്ഞ മാച്ച് തോറ്റത് വരെ വി വാണ്ടഡ് സംതിങ് 170 190 ചേസ് ചെയ്യണമായിരുന്നു. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളും ക്രിക്കറ്റ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ടീമാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ആ സീരീസിൽ. അപ്പോൾ ഭയങ്കര വലിയ ക്രെഡിറ്റ് കൊടുത്തേ പറ്റൂ നമ്മുടെ ക്യാപ്റ്റനും ആ ഒരു ടീമിൻ്റെ അത്രയും കറേജിയസ് ആയിട്ട് മുന്നോട്ട് വന്ന് കളിക്കുന്ന ആ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു മൈൻഡ് സെറ്റാണ് നമ്മളതിൽ നിന്ന് കാണുന്നത്. അപ്പോൾ എന്തായാലും എത്ര വലിയ ടീമിനും ഏത് വെന്യൂലാണെങ്കിലും ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു തോൽവി ഇല്ല എന്നുള്ളൊരു ഫീലാണ് എനിക്ക് ഈ സീരീസ് കാണുമ്പോൾ മനസ്സിലായത്. അപ്പോൾ ഈ സീരീസിൽ എന്തുവേണം ഉണ്ടായിക്കോട്ട് പോട്ടെ, ലൈക്ക് വി കൈൻഡ് ഓഫ് ഫീൽ ദാറ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ഈസ് ഇൻ സേഫ് ഹാൻഡ്സ് ആഫ്റ്റർ വിറ്റ്നസിങ് വാട്ട് ഹാസ് ഹാപ്പൻഡ് ഇൻ ലാസ്റ്റ് 3 ടെസ്റ്റ് മാച്ചസ് എന്നുള്ളൊരു ഫീലാണ് ജെന്യുവനായിട്ട് എനിക്കും തോന്നുന്നത്. ലോർഡ്സിലെ ജയസൂര്യ ദാദയുടെ നാട്ടുകാരല്ലേ നമ്മളല്ലേ? അതെ അതെ.